ഹലോ വെൽക്കം ബാക്ക്. ഞാൻ അൽ ഹസൻ. ഈ ഒരു ക്ലാസ്സിലൂടെ AC വെൽഡിംഗ് മെഷീൻ്റെയും DC വെൽഡിംഗ് മെഷീൻ്റെയും അഡ്വാൻറ്റേജുകളെ കുറിച്ചും ഡിസ്അഡ്വാൻറ്റേജുകളെ കുറിച്ചിട്ടുമാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അഥവാ അവയുടെ ഗുണങ്ങളും ദോഷങ്ങളുമാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ചെറിയൊരു ക്ലാസ് ആയിരിക്കും. ആദ്യം അഡ്വാൻറ്റേജ് ഓഫ് AC വെൽഡിംഗ് മെഷീന്. AC വെൽഡിംഗ് മെഷീൻ്റെ അഡ്വാൻറ്റേജ് എന്തെല്ലാമാണെന്ന് നോക്കാം. വെൽഡിംഗ് ട്രാൻസ്ഫോമർ ഹാസ് എന്തൊക്കെയാണ്? ലോ ഇനിഷ്യൽ കോസ്റ്റ് ഡ്യൂ ടു സിമ്പിൾ ആൻഡ് ഈസി കൺസ്ട്രക്ഷൻസ്. അപ്പൊ ഇതിന്റെ ലളിതവും അതുപോലെ തന്നെ എളുപ്പവുമായിട്ടുള്ള നിർമ്മാണമാണ്. സോ ഇതിന്റെ പ്രാരംഭ ചെലവ് അഥവാ ഇനിഷ്യൽ കോസ്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? വളരെ കുറഞ്ഞതായിരിക്കും. അതൊരു അഡ്വാൻറ്റേജ് ആണ്. രണ്ടാമത് എന്താണ്? ലോ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഡ്യൂ ടു ലെസ് പവർ കൺസംപ്ഷൻ. അപ്പൊ ഇതിന്റെ പവർ കൺസംപ്ഷൻ അഥവാ ആ ഒരു വൈദ്യുതി ഉപഭോഗം എന്ന് പറയുന്നത് കുറവായതിനാൽ തന്നെ പ്രവർത്തന ചെലവും എന്ത് തന്നെയായിരിക്കും? കുറവ് തന്നെയായിരിക്കും. ഓപ്പറേറ്റിംഗ് കോസ്റ്റും കുറവ് തന്നെയായിരിക്കും. ഇനി നോ എഫക്റ്റ് ഓഫ് ആർക്ക് ബ്ലോ ഡ്യൂറിങ് വെൽഡിംഗ് ഡ്യൂ ടു AC. അപ്പൊ ഇവിടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആർക്ക് ബ്ലോയുടെ എഫക്റ്റ് ഈ ഒരു AC വെൽഡിംഗ് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാവില്ല. സോ അതെന്താണ് ആർക്ക് ബ്ലോ എന്ന് നമുക്കൊന്ന് ജസ്റ്റ് പരിചയപ്പെടേണ്ടതായിട്ടുണ്ട് അല്ലേ? അപ്പൊ ആർക്ക് ബ്ലോ എന്താണെന്ന് നോക്കിയേ. എ ഡിഫ്ലക്ഷൻ ഓഫ് ദ വെൽഡിംഗ് ആർക്ക് ഡ്യൂ ടു മാഗ്നറ്റിക് ഫോഴ്സസ് വിച്ച് ഒക്യൂ വെൻ ദ ഫ്ലോ ഓഫ് ഇലക്ട്രിസിറ്റി ഹാപ്പൻ വെൻ യൂസിങ് ഡയറക്റ്റ് കറണ്ട്. അപ്പൊ ഇത് ഡയറക്റ്റ് കറണ്ടിന്റെ കേസിലാണ് എന്തുണ്ടാവുന്നത്? ആർക്ക് ബ്ലോ ഉണ്ടാകുന്നത് എന്ന് നമുക്ക് മനസ്സിലായി. അതായത് ഈ ഒരു വൈദ്യുത പ്രവാഹത്തിനൊപ്പം തന്നെ സംഭവിക്കുന്ന മാഗ്നറ്റിക് ഫോഴ്സസ്, ആ ഒരു മാഗ്നറ്റിക് ഫോഴ്സസ് കാരണം വെൽഡിംഗ് ആർക്കിൽ ഒരു ഡിഫ്ലക്ഷൻ ഉണ്ടാകുന്നു. സോ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആർക്ക് ബ്ലോ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ അഞ്ചാമത്തെ പോയിന്റ് ഒന്ന് ശ്രദ്ധിച്ചേ. വെൽഡ് യൂസിങ് AC ആൾട്ടർനേറ്റിംഗ് കറണ്ട് എന്നാണ് AC പറയുന്നത്. സോ അതെന്തിയിരിക്കുന്നു? നോട്ട് അലോ മാഗ്നറ്റിസം ടു ബിൽഡപ്പ്. അപ്പൊ AC വെൽഡിംഗ് യൂസ് ചെയ്യുന്ന സമയത്ത് അത്തരത്തിലുള്ള ഒരു മാഗ്നറ്റിക് ഫോഴ്സ് ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് എന്ത് ചെയ്യുന്നില്ല? അനുവദിക്കുന്നില്ല. സോ അതുകൊണ്ട് AC വെൽഡിംഗ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ആർക്ക് ബ്ലോ ഉണ്ടാവില്ല. പക്ഷേ DC വെൽഡിംഗ് മെഷീൻസിലാണെന്നുണ്ടെങ്കിൽ എന്തുണ്ടാവും? ആർക്ക് ബ്ലോ ഉണ്ടാവും. അപ്പം AC വെൽഡിംഗ് മെഷീന്റെ അഡ്വാൻറ്റേജ് ആണ് എന്ത് എന്ന് പറയുന്നത്? അത്തരത്തിലുള്ള ഒരു ആർക്ക് ബ്ലോ ഉണ്ടാകുന്നില്ല എന്നുള്ളത്. DC വെൽഡിംഗ് മെഷീൻ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അവിടുത്തെ ഡിസ്അഡ്വാൻറ്റേജും എന്ത് തന്നെയാണ്? ഇത്തരത്തിലുള്ള ആർക്ക് ബ്ലോ ഉണ്ടാകും എന്നുള്ളതാണ്. സോ അപ്പൊ നമുക്ക് ഈ ആർക്ക് ബ്ലോയൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ തൽക്കാലം നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്ന ആ ഒരു ടോപ്പിക്കിലേക്ക് തന്നെ പോവാം. അപ്പം നോ എഫക്റ്റ് ഓഫ് ആർക്ക് ബ്ലോ ഡ്യൂറിങ് വെൽഡിംഗ് ഡ്യൂ ടു AC. അപ്പൊ AC വെൽഡിംഗ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആർക്ക് ബ്ലോ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാവില്ല. ഇനി ലോ മെയിൻ്റെനൻസ് കോസ്റ്റ് ഡ്യൂ ടു ദ ആബ്സെൻസ് ഓഫ് റൊട്ടേറ്റിംഗ് പാർട്സ്. റൊട്ടേറ്റിംഗ് പാർട്സിന്റെ ആബ്സെൻസ് കൊണ്ട് തന്നെ ഇവിടെ മെയിൻ്റെനൻസ് കോസ്റ്റ് കുറവായിരിക്കും. ഇനി അടുത്തത് ഹയർ വർക്കിംഗ് എഫിഷ്യൻസി. ഇവിടുത്തെ വർക്കിംഗ് എഫിഷ്യൻസി അഥവാ അതിന്റെ ഒരു കാര്യക്ഷമത എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. ദെൻ നോയ്സ്ലെസ് ഓപ്പറേഷൻ അഥവാ നോയ്സ്ലെസ് ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ശബ്ദരഹിതമായിട്ടുള്ള അല്ലെങ്കിൽ മലിനമായ ശബ്ദം വളരെ കൂടിയ ഒരു ശബ്ദം ഇല്ലാത്ത തരത്തിലുള്ള ഒരു ഓപ്പറേഷൻ സാധ്യമാകും. ഇതെല്ലാം തന്നെ AC വെൽഡിംഗ് അഡ്വാൻറ്റേജ് ആണ്. AC വെൽഡിംഗ് മെഷീന്റെ അഡ്വാൻറ്റേജ് ആണ്. അടുത്തത് ഇതിന് എന്തായാലും ഒരു കയറ്റമുണ്ട് എന്നെങ്കിൽ ഒരു ഇറക്കമുണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു പ്രയാസത്തിന്റെ കൂടെ ഒരു സന്തോഷം ഉണ്ടാകും എന്ന് പറയുന്നത് പോലെ തന്നെ ഡിസ്അഡ്വാൻറ്റേജ് ഉണ്ടായെങ്കിൽ ഒരു ഡിസ്അഡ്വാൻറ്റേജോ അല്ലെങ്കിൽ ഡിസ്അഡ്വാൻറ്റേജ് ഉള്ളതിനൊക്കെ തന്നെ അഡ്വാൻറ്റേജും ഒക്കെ ഉണ്ടാവില്ലേ? എല്ലാത്തിനും ഗുണങ്ങളും മോശങ്ങളും ഉണ്ടാകും. സോ നമ്മുടെ മനുഷ്യന്റെ കേസസിൽ എടുത്തു കഴിഞ്ഞാലും എന്താണ്? ഗുണങ്ങളും പോരായ്മകളും ഒക്കെ എല്ലാവർക്കും ഉണ്ടാകുന്നത് പോലെ തന്നെ മെഷീൻസിലും ഗുണങ്ങളും മോശങ്ങളും ഒക്കെ ഉണ്ടാവും. സോ ഇപ്പൊ ഇതിന്റെ ഡിസ്അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? ഇറ്റ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ ബെയർ ആൻഡ് ലൈറ്റ് കോട്ടഡ് ഇലക്ട്രോഡ്. ഇറ്റ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ ബെയർ ആൻഡ് ലൈറ്റ് കോട്ടഡ് ഇലക്ട്രോഡ്സ്. അതായത് ഈ ലൈറ്റ് കോട്ടഡ് ഇലക്ട്രോഡ്സിനും ബെയർ ഇലക്ട്രോഡ്സിനും ഒന്നും സ്യൂട്ടബിൾ അല്ല. ഇപ്പൊ ഈ ബെയർ എന്ന് പറയുന്ന ടേം ടെക്നിക്കലി നമ്മൾ പല സ്ഥലങ്ങളിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ ന്യൂഡ് ഫോട്ടോ എന്നൊക്കെ പറയാറില്ലേ? അതായത് നഗ്നമായ ഫോട്ടോസ് എന്നൊക്കെ പറയാത്തില്ലേ? അപ്പൊ അത്തരത്തിൽ ഉള്ളതുപോലെ തന്നെ എന്ത് ചെയ്യാം? നമുക്കിവിടെ ഓർത്തിരിക്കാം. നഗ്നത എന്നുള്ള രീതിയിൽ. സോ അങ്ങനെ തന്നെ വരുമോ എന്നറിയില്ല. എന്തായാലും നഗ്നമായ, അതായത് ഇപ്പം ബെയർ ഫൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ആ സേഫ്റ്റി ബൂട്ട് ഒന്നും യൂസ് ചെയ്യാതെ ഉള്ളപ്പോൾ നമുക്ക് അത്തരത്തിൽ പറയാൻ പറ്റും. അതുപോലെ തന്നെ ബെയർ ഹാൻഡ് എന്ന് പറയാറുണ്ട്. അതായത് ഈ ഗ്ലൗസ് ഒന്നും യൂസ് ചെയ്യാതെയുള്ള സമയത്ത് നമ്മൾ അത്തരത്തിൽ പറയാറുണ്ട്. അപ്പൊ അതുപോലെ തന്നെ എന്താണ്? ബെയർ ഹാൻഡ് ലൈറ്റ് കോട്ടഡ് ഇലക്ട്രോഡ്സിന് ഇത് സ്യൂട്ടബിൾ അല്ല എന്നുള്ളത് ഒരു ഡിസ്അഡ്വാൻറ്റേജ് ആണ്. ഇനി അടുത്തത് ഇറ്റ് ഹാസ് മോർ പോസിബിലിറ്റി ഫോർ ഇലക്ട്രിക്കൽ ഷോക്ക് ബിക്കോസ് ഓഫ് ഹയർ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ്. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ ഹയർ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് ആയതുകൊണ്ട് തന്നെ എന്തിനുള്ള പോസിബിലിറ്റി കൂടുതലാണ്? ആ ഒരു ഇലക്ട്രിക് ഷോക്കിനുള്ള പോസിബിലിറ്റിയും കൂടുതലാണ്.
അടുത്തത് വെൽഡിംഗ് ഓഫ് തിൻ ഗേജ് ഷീറ്റ്, കാസ്റ്റ് അയൺ ആൻഡ് നോൺ ഫെറസ് മെറ്റൽസ് ഇൻ സർട്ടൻ കേസസ് വിൽ ബി ഡിഫിക്കൽട്ട്. അതായത് ചില സമയങ്ങളിൽ ചില കേസസിൽ നോൺ ഫെറസ് മെറ്റൽസും അതുപോലെ തന്നെ കാസ്റ്റ് അയൺ, തിൻ ഗേജ് ഷീറ്റ് ഒക്കെ വെൽഡ് ചെയ്യുക എന്നുള്ളത് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. ഇനി ഇറ്റ് ക്യാൻ ഓൺലി ബി യൂസ്ഡ് വെയർ ഇലക്ട്രിക്കൽ മെയിൻ സപ്ലൈ ഈസ് അവൈലബിൾ. ഇത് എപ്പോൾ മാത്രമാണ് യൂസ് ചെയ്യുന്നുണ്ടാവുക? ഇലക്ട്രിക്കൽ സപ്ലൈ അവൈലബിൾ ആയിട്ടുള്ള ഇലക്ട്രിക്കൽ മെയിൻ സപ്ലൈ അവൈലബിൾ ആകുമ്പോൾ മാത്രമാണ്. അപ്പോൾ ഇതൊക്കെയാണ് AC വെൽഡിംഗ് മെഷീന്റെ എന്തെന്ന് പറയുന്നത് ഡിസ്അഡ്വാൻറ്റേജുകൾ, ദോഷങ്ങൾ എന്ന് പറയുന്നത്. അത് മനസ്സിലായല്ലോ. അപ്പൊ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അഡ്വാൻറ്റേജ് ഓഫ് DC വെൽഡിംഗ് ആണ്. അപ്പൊ ACയുടെയും കാര്യം നമുക്ക് പറയാനുണ്ടായിരുന്നു, അത് പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ അടുത്തത് നമുക്ക് പറയാനുള്ളത് DC വെൽഡിങ്ങിന്റെ കാര്യമാണ്. ഡയറക്റ്റ് കറണ്ട്. അപ്പൊ അവിടെ എന്താണ്? റിക്യൂർഡ് ഹീറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഈസ് പോസിബിൾ ബിറ്റ്വീൻ ദ ഇലക്ട്രോഡ് ആൻഡ് ദ ബേസ് മെറ്റൽ ഡ്യൂ ടു ദ ചേഞ്ച് ഓഫ് പൊളാരിറ്റി, പോസിറ്റീവ് 2/3 ആൻഡ് നെഗറ്റീവ് 1/3. അതായത് അതിന്റെ പൊളാരിറ്റിയുടെ ചേഞ്ച് കാരണം തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ബേസ് മെറ്റലിനും ഇലക്ട്രോഡിനും ഇടയിൽ ആവശ്യമായിട്ടുള്ള ഹീറ്റ് ഡിസ്ട്രിബ്യൂഷൻ പോസിബിൾ ആകും. അപ്പം നമുക്ക് ഇവിടെ അറിയേണ്ട ഒരു ടേമാണ് പൊളാരിറ്റി എന്ന് പറയുന്നത്. പൊളാരിറ്റി എന്ന് പറഞ്ഞാൽ 2 തരത്തിലുണ്ട്. ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് പോസിറ്റീവ് പൊളാരിറ്റി ആണ്, 2 എന്ന് പറയുന്നത് നെഗറ്റീവ് പൊളാരിറ്റി ആണ്. സോ ഡയറക്ഷൻ ഓഫ് കറണ്ട് ആണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി നമുക്ക് വിശദമായിട്ട് തന്നെ പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് പ്രധാനമായിട്ട് നോക്കാം. സോ ഈ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ പഠിക്കുന്നതിനേക്കാളും വേഗത്തിൽ എന്ത് ചെയ്യാനുള്ള സാധ്യതയുണ്ട്? മറന്നു പോകാൻ വേണ്ടിയിട്ടുള്ള സാധ്യതയുണ്ട്. സോ അതിനുള്ള ഒരേ ഒരു വഴി എന്ന് പറയുന്നത് എക്സാംസ് വരെ കൃത്യമായിട്ട് റിവൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോവുക. പഠിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ റിവൈസ് ചെയ്തുകൊണ്ട് പോവുക. സോ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ടൈം ടേബിളിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ആദ്യം നിങ്ങൾക്ക് ഷെയർ ചെയ്ത ടൈം ടേബിളിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അതായത് നമ്മൾ പഠിക്കാനിരിക്കുന്ന ഓരോ 3 ഹവറിലും ആദ്യത്തെ 30 മിനിറ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസത്തെ ആ ഒരു ടൈമിൽ നമ്മൾ എന്താണോ പഠിക്കാൻ വെച്ചിട്ടുള്ളത് അത് പഠിക്കാനുള്ള സമയമായിരുന്നു. അപ്പോൾ അത് അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോവുക. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല? എക്സാംസിന് അത് പ്രയോജനം ഇല്ലാതെ പോകും. നമ്മൾ കൂടുതൽ പഠിക്കുന്ന കാര്യങ്ങൾ പ്രയോജനമില്ലാതെ പോകും. സോ അതൊന്ന് ശ്രദ്ധിക്കുക. ദെൻ അടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് സക്സസ്ഫുള്ളി ഇൻ വെൽഡ് ബോത്ത് ഫെറസ് ആൻഡ് നോൺ ഫെറസ് മെറ്റൽ. അപ്പോൾ ഫെറസ് മെറ്റലിനും അതുപോലെ തന്നെ നോൺ ഫെറസ് മെറ്റലിനും എന്ത് ചെയ്യാൻ സാധിക്കും? ഇറ്റ് ക്യാൻ ബി സക്സസ്ഫുള്ളി ടു വെൽഡ് സക്സസ്ഫുള്ളി എന്ത് ചെയ്യും? വിജയകരമായിട്ട് ഫെറസ് നോൺ ഫെറസ് മെറ്റൽസിനെയൊക്കെ വെൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളതും ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, അടുത്ത മറ്റൊരു അഡ്വാൻറ്റേജ് എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ടെക്നിക്കൽ വേർഡ് തന്നെ ഇവിടെയും വരുന്നുണ്ട്. ബെയർ വയർസ് ആൻഡ് ലൈറ്റ് കോട്ടഡ് ഇലക്ട്രോഡ് ക്യാൻ ബി ഈസിലി യൂസ്ഡ് എന്നുള്ളതാണ്. മറ്റേടത്ത് എന്തായിരുന്നു? അവിടെ കുറച്ച് ബുദ്ധിമുട്ടാണെന്നാണ് പറഞ്ഞത്, ഡിസഡ്വാൻറ്റേജിലാണ് പറഞ്ഞത്. ദെൻ പൊസിഷണൽ വെൽഡിംഗ് ഈസി ഡ്യൂ ടു പൊളാരിറ്റി അഡ്വാൻറ്റേജ്. പൊളാരിറ്റി അഡ്വാൻറ്റേജ് കൊണ്ട് തന്നെ പൊസിഷണൽ വെൽഡിംഗ് ഈസി ആയിരിക്കും. ഇറ്റ് ക്യാൻ ബി റൺ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഡീസൽ ഓർ പെട്രോൾ എൻജിൻ വെയർ ഇലക്ട്രിക്കൽ മെയിൻ സപ്ലൈ ഇസ് നോട്ട് അവൈലബിൾ. അപ്പോൾ ഇലക്ട്രിക്കൽ മെയിൻ സപ്ലൈ അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഡീസൽ അല്ലെങ്കിൽ പെട്രോൾ എൻജിൻ ഉപയോഗിച്ചുകൊണ്ട് ഇത് എന്ത് ചെയ്യാൻ പ്രവർത്തിപ്പിക്കാനായിട്ട് സാധിക്കും. അത് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ വെൽഡിംഗ് വിത്ത് തിൻ ഷീറ്റ് മെറ്റൽ, കാസ്റ്റ് അയൺ ആൻഡ് നോൺ ഫെറസ് മെറ്റൽ സക്സസ്ഫുള്ളി ഡ്യൂ ടു പൊളാരിറ്റി അഡ്വാൻറ്റേജ്. അപ്പോൾ ഇവിടുത്തെ പൊളാരിറ്റി അഡ്വാൻറ്റേജ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് സക്സസ്ഫുള്ളി വിജയകരമായിട്ട് നോൺ ഫെറസ് മെറ്റൽ, കാസ്റ്റ് അയൺ, തിൻ ഷീറ്റ് മെറ്റൽ ഇവയൊക്കെ തന്നെ വെൽഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതൊക്കെ എന്താണ്? അഡ്വാൻറ്റേജ് തന്നെയാണ്. അടുത്തത് ഇറ്റ് ഹാസ് ലെസ് പോസിബിലിറ്റി ഫോർ ഇലക്ട്രിക്കൽ ഷോക്ക് ബിക്കോസ് ഓഫ് ലെസ് ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ്. അപ്പോൾ ഇറ്റ് ഹാസ് ലെസ് പോസിബിലിറ്റി ഓഫ് ഇലക്ട്രിക്കൽ ഷോക്ക്. മറ്റേ AC വെൽഡിംഗ് പറഞ്ഞപ്പോൾ എന്താണ്? സാധ്യത കൂടുതലായിരുന്നു. ഇവിടെ ഇപ്പോൾ ഇലക്ട്രിക്കൽ ഷോക്കിനുള്ള ആ ഒരു പോസിബിലിറ്റി കുറവാണ്, കാരണം ലെസ് ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് ആണ്. അത് ഇറ്റ് ഈസ് ഈസി ടു സ്ട്രൈക്ക് ആൻഡ് മെയിൻറ്റെയിൻ എ സ്റ്റേബിൾ ആർക്ക് എന്നുള്ളതാണ്. ഒരു സ്റ്റേബിൾ ആർക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും ഈസി ടു സ്ട്രൈക്കിനും ഒക്കെ ആയിട്ട് സാധിക്കുന്നതാണ്. റിമോട്ട് കൺട്രോൾ ഓഫ് കറണ്ട് അഡ്ജസ്റ്റ്മെന്റ് ഈസ് പോസിബിൾ. റിമോട്ട് കൺട്രോൾ ഓഫ് കറണ്ട് അഡ്ജസ്റ്റ്മെന്റ് ഈസ് പോസിബിൾ. ഇത്രയൊക്കെയാണ് ഇതിന്റെ എന്ന് പറയുന്നത് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അടുത്ത നമുക്ക് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇതിനും എന്തുണ്ടായിരിക്കും? ദോഷങ്ങൾ ഉണ്ടായിരിക്കും. എന്തൊക്കെയാണ്? DC വെൽഡിംഗ് പവർ സോഴ്സ് ഹാസ്. എന്തൊക്കെയാണ് ഇതിന്റെ ദോഷങ്ങൾ എന്ന് പറയുന്നത്? അപ്പോൾ ഹയർ ഇനിഷ്യൽ കോസ്റ്റ് ആണ്, ഹയർ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ആണ്, ഹയർ മെയിൻ്റനൻസ് കോസ്റ്റ് ആണ്. സോ AC വെൽഡിംഗ് മെഷീൻ പഠിച്ചാൽ തന്നെ നമുക്ക് DC വെൽഡിംഗ് മെഷീനിലേക്ക് എത്താൻ പറ്റും. കാരണം AC വെൽഡിംഗ് മെഷീനിൽ ഇനിഷ്യൽ കോസ്റ്റ് കുറവായിരുന്നു, ഓപ്പറേറ്റിംഗ് കോസ്റ്റ് കുറവായിരുന്നു, മെയിൻ്റനൻസ് കോസ്റ്റ് കുറവായിരുന്നു. ആർക്ക് ബ്ലോ ഇവിടെ എന്താണ്? ആർക്ക് ബ്ലോ എഫക്റ്റ് ഉണ്ടാവും, മറ്റേടത്ത് ഉണ്ടാവുന്നില്ല. സോ അതിൻ്റെയൊക്കെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ എന്ന് പറഞ്ഞ് ഓർത്തിരുന്നാൽ മതി. മറ്റേടത്ത് അഡ്വാൻറ്റേജ് ആയിരുന്നു, ഇവിടെ വരുമ്പോൾ ഇതൊക്കെ എന്താണ്? ഡിസഡ്വാൻറ്റേജ് ആണ്. ട്രബിൾ ഓഫ് ആർക്ക് ബ്ലോ ഡ്യൂറിംഗ് വെൽഡിംഗ് ഉണ്ടാകുമ്പോൾ ആർക്ക് ബ്ലോ എന്ന് പറയുന്ന ട്രബിൾ ഉണ്ടാവുന്നുണ്ട്. ലോ വർക്കിംഗ് എഫിഷ്യൻസി, വർക്കിന്റെ കാര്യക്ഷമത എന്ന് പറയുന്നത് കുറവാണ്. സോ അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഡിസഡ്വാൻറ്റേജ് ആണ്. പിന്നെ അതുപോലെ തന്നെ നോയ്സി ഓപ്പറേഷൻ ഇൻ ദ കേസ് ഓഫ് വെൽഡിംഗ് ജനറേറ്റർ ഓക്യുപീസ് മോർ സ്പേസ്. ഇത്തരത്തിലുള്ളതാണ് ഇതിന്റെ എന്തെന്ന് പറയുന്നത്? ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ
ക്ലാസ്സിലൂടെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഡിസ്കസ് ചെയ്തത്. എന്താണ്? AC വെൽഡിംഗ് മെഷീന്റെയും DC വെൽഡിംഗ് മെഷീന്റെയും കുറച്ച് അഡ്വാൻറ്റേജുകൾ, ഗുണങ്ങളെക്കുറിച്ച് പഠിച്ചു. അതുപോലെ തന്നെ അവയുടെ ദോഷങ്ങളെക്കുറിച്ച് പഠിച്ചു. അപ്പൊ എന്തൊക്കെയായിരുന്നു AC വെൽഡിങ്ങിന്റെ പ്രയോജനങ്ങൾ എന്ന് പറയുന്നത്? നമ്മുടെ ഇനിഷ്യൽ കോസ്റ്റ് കുറവായിരിക്കും. അതുപോലെ തന്നെ വർക്കിംഗ് കോസ്റ്റ് കുറവായിരിക്കും. അതുപോലെ തന്നെ ആർക്ക് ബ്ലോയിന്റെ ആ ഒരു എഫക്റ്റുകൾ ഏൽക്കുന്നില്ല. അങ്ങനെയുള്ള കുറെ പോയിന്റുകളാണ്. അതിന്റെയൊക്കെ ഓപ്പോസിറ്റ് ആണ് ഇപ്പുറത്തുണ്ടായിരുന്നത്. ഇതെന്ന് പറയുന്നത് ഒരിക്കൽ കൂടി നിങ്ങൾ കാണുക, കൃത്യമായിട്ട് മനസ്സിലാക്കുക. മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ ഒരിക്കൽ കൂടി കാണുക, കൃത്യമായിട്ട് മനസ്സിലാക്കുക. പിന്നീട് നമ്മുടെ പെയ്ഡ് ഗ്രൂപ്പിൽ അംഗമായിട്ടുള്ളവർക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യങ്ങൾ അവിടെ ലഭിക്കും. അതുകൂടി അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നന്നായിട്ട് തന്നെ മനസ്സിലാവുന്നതായിരിക്കും. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ 200 രൂപയാണ് നമ്മുടെ ഫീസ് എന്ന് പറയുന്നത്. അത്രയും ആ ഒരു ഫീസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? 100% യൂസ്ഫുൾ ആണ് ഈ ഒരു പ്രൈസിൽ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നത്. തീർച്ചയായിട്ടും താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. സോ നിങ്ങളുടെ താല്പര്യാനുസരണം ചെയ്യുക. താങ്ക് യു.